2019 DAT അതായിരുന്നു അവൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം. ആവശ്യത്തിലധികം വെല്ലുവിളികളൊക്കെ അവൻ എടുത്തിട്ടുണ്ട് അതില്. പക്ഷെ എന്നാലും അവനത് ചെയ്യാൻ പറ്റി. അവൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഏതായിരുന്നു വെച്ചാൽ അവൻ്റെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച സാറായിരുന്നു. അതെ, എൻ്റെ ഫോട്ടോഗ്രാഫി സാർ എനിക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു. സത്യത്തിൽ സാറൊരു അടിപൊളിയായിരുന്നു. ഓക്കെ, ഞങ്ങൾ ആളെ പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പറഞ്ഞേക്കായിരുന്നു, അതും നല്ല നട്ടുച്ച സമയത്തൊക്കെ. അപ്പം ഞങ്ങൾ നല്ല കുളമാക്കിയിട്ടുള്ള എക്സ്പോഷറൊക്കെ കൂടി നല്ല കത്തിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പഠിപ്പുകാരാണ്, ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ അതിന് തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലണം. ഈ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയാത്തവന്മാരാണ് ഷോർട്ട് ഫിലിം പിടിക്കാൻ വേണ്ടി പോകണമെന്ന് ആളുടെ ഭാഗം. വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ നേരെ പോയി ഞങ്ങളുടെ മാമിനോട് കാര്യം പറഞ്ഞു, മാം എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അങ്ങനെ പുള്ളിക്കാർ കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് വന്നു. സത്യത്തിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയാണ് പഠിക്കുന്നതെങ്കിലും ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യ ലക്ഷ്യം. അങ്ങനെ മാഡം തന്ന ചെറിയ സപ്പോർട്ടും വെച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി ഫസ്റ്റ് ഷോർട്ട് ഫിലിം പിടിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ DAT ഉണ്ടാവുന്നത്. ക്യാമറയും എഡിറ്റിങ്ങിലൊക്കെ സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ പിന്നെയാണ് ലവൻ ശരിക്കും പെട്ടത്. അത് സത്യമാണ്. കാരണം DAT ഒരു ത്രില്ലർ പരിപാടിയായിരുന്നു. അതിൻ്റെ BGM നല്ല അടിച്ച് നിൽക്കണമായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ മാഡം തന്ന ചെറിയൊരു ഹെൽപ്പ് വെച്ചിട്ട് ഈ പരിപാടി കംപ്ലീറ്റ് ഡബ് ചെയ്തു. പിന്നെ അന്നത്തെ കാലത്ത് തന്നെ ഇതിന് BGM ചെയ്യാൻ ചുരുങ്ങിയതൊരു 7,000 രൂപ വേണ്ടി വന്നിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബസ് ഫെയർ മാത്രം കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് നമ്മുടെ DATയുടെ 30 സെക്കൻഡോളം വരുന്ന ടീസർ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഇറക്കുന്നത്. അതിപ്പോൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ബ്രദറാണ് അത് സെറ്റ് ചെയ്ത് തന്നത്. സത്യത്തിൽ ആ ഒരു ടീസർ ശബ്ദമില്ലാതെ കടന്നു വരുന്ന DATക്ക് ഒരു ജീവൻ നൽകി എന്നുള്ളതാണ് സത്യം. അങ്ങനെ DATയുടെ ടീസർ ഞാനൊരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് ഞങ്ങളുടെ റിസപ്ഷനിൽ TV ഇടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളിതുപോലെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഈ DATയുടെ ശബ്ദം കേൾക്കാറുണ്ട്. കയറി വന്ന് നോക്കിയപ്പോൾ കുറച്ച് ആളുകൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫിയുടെ സാറുണ്ടായിരുന്നു. അങ്ങനെ ആളെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാധനം കൊള്ളാടാ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ DATയുടെ ടീസർ ഞാൻ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അന്തകാലത്ത് ഇതിന് കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് കിട്ടി കേട്ടോ. പിന്നെ DATയുടെ ഫുൾ ലെങ്ത് അതെപ്പോഴും അങ്ങനെ തന്നെ ഒച്ചയില്ലാതെ തുടർന്നു. അങ്ങനെ കുറച്ചും കൂടെ കാലങ്ങൾ കടന്നുപോയി. DATയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്ത അഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. പിന്നെ ഒരൊറ്റ തീരുമാനമായിരുന്നു, എന്നെങ്കിലും ഇതേറ്റവും ബെസ്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാറ്റി വെച്ചു. DAT ടീസർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഇതുവരെ കൊടുന്ന് എത്തിച്ചത് ഫുൾ സെൽഫ് സ്റ്റഡിയിൽ നിന്നായിരുന്നു. കാരണം DAT എന്തായാലും ഞാൻ റീക്രിയേഷൻ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊരു അടിപൊളി തീമായിരുന്നു, അതെന്തായാലും ഞാൻ റീക്രിയേറ്റ് ചെയ്യും. പിന്നെ കുറേ കാലം നമ്മുടെ കൊറോണയും ഫ്ലഡും എല്ലാം കൂടെ കൊണ്ടുപോയി. ആ ഒരു കാലത്തൊക്കെ ഞാൻ എഴുതാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. പുതിയ കഥകൾ അന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 2025 ഞാൻ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അത് ഫുൾ ഫോണിലാണ് ചെയ്തത്. അഭിനയിക്കാനൊന്നും വലിയ അറിവോ താല്പര്യമൊന്നും ഇല്ലാതെ എൻ്റെ സ്വന്തം കൂട്ടുകാരെ കൂട്ടി ഒറ്റയടിക്ക് അടുത്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. 80% ഓഫ് കൊച്ചി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ചും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.